നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ബാക്ക്. എവിടെ പോവാം? പോകുന്ന സ്ഥലം വെളിപ്പെടുത്തണം. വേറെ നല്ല ഫാമിലി ആയിട്ടൊരു ചെറിയൊരു യാത്ര കാലിക്കട്ട് വരെ. ഇപ്പോൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കോട്ടയം എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് ഇവിടെ നമ്മുടെ എന്താ പറയുക, എൻ്റെ പേരെന്തായിരുന്നു, ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ സ്പോട്ടാണ്, മെയിൻ സ്പോട്ടാണ്. നമ്മുടെ കോട്ടയം ടു എറണാകുളം അങ്കമാലി റൂട്ടിലോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു സ്പോട്ടാണ്. 2-3 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അത്യാവശ്യം കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കുറച്ചെങ്കിലും മനുഷ്യനും ഉണ്ടെങ്കിൽ, ഈ നേരത്തെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആയിരിക്കും. ഇനി പോകുന്ന യാത്രകളും അതെ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണിച്ചു. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നീണ്ട 6.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കോഴിക്കോട് എത്താറായി. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു സൗണ്ട് കേട്ടു വണ്ടിയിൽ നിന്ന്. അങ്ങനെ വണ്ടി നിർത്തി നോക്കിയപ്പം വണ്ടി ഒരു കുഴിയിൽ വീണു. അങ്ങനെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ പഞ്ചറായി. തൊട്ടടുത്ത് തന്നെ ഒരു പഞ്ചർ കട ഉണ്ടായിരുന്നു. പിന്നെ ഓണവും അവധിയൊക്കെ ആയതുകൊണ്ട് മിക്കവാറും കടകളൊന്നും തുറക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ ഈ കടയുണ്ട്. അങ്ങനെ പുള്ളി വന്നു, നന്നാക്കി. ടയർ മോശമായതുകൊണ്ട് വേറെ മേടിച്ചിടേണ്ടി വന്നു. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഗൈസ്, നമ്മൾ നേരെ ഇടയില ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം 10 മണി ആവാറായി. അങ്ങനെ നമ്മളതൊന്ന് നടക്കണം. ഇതാണ് ഖദീജു. ഇതാരാ? മുഖം വെളിപ്പെടുത്തുന്നില്ല. എപ്പോൾ ഒരു വീഡിയോ എടുത്താലും ഒരു ആപ്പേ ഓട്ടവും ആ കറക്റ്റ് സമയമാകുമ്പോൾ പോകും.
ഹായ് പറയൂ. ഇതാണ് കഴിഞ്ഞ എയർപോർട്ട് വ്ളോഗിൽ നമ്മൾ പറഞ്ഞ ഖദീജു, നൗറയുടെ സിസ്റ്റർ. എനിക്ക് തോന്നി. ഹലോ ഗായ്സ്, വെൽക്കം ടു another vlog of യെസ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്ട്രീറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റഹ്മത്തിൽ പോവാണ്. എത്ര രൂപ ഫോട്ടോ കാശ്? 30 രൂപ. ഇവിടെ നമ്മൾ ഒരു തവണ വന്നിട്ടുണ്ട്. മറ്റേ ടൗണിൽ 2 തവണ പോയിട്ടുണ്ട്. വയനാട് പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ വന്നിറങ്ങി. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടനും വിഷ്ണു ചേട്ടനും മാളും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ തന്നെ ഇവിടെ എവിടെയാണ് ഇരുന്നത്. നല്ല ഫുഡ് അത്യാവശ്യം. എല്ലാവരും ചിക്കൻ്റെ പീസ് ഇങ്ങനെ എടുക്കാം. സലാഡ്, തേങ്ങയുടെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കഴിക്കാറുള്ളൂണ്ടേ. എങ്ങനെയുണ്ട് ബിരിയാണിയെ കുറിച്ച് 2 അഭിപ്രായം? ബിരിയാണി കൊള്ളാം. ബിരിയാണി എന്താണ് പ്ലാൻ? നമ്മൾ ലൈസൻസ് സ്ട്രീറ്റിൽ പോകുന്നു, സാധനങ്ങളെല്ലാം കാണുന്നു, തിരിച്ചു വരുന്നു. സാധനം കണ്ടിട്ട് തിരിച്ചൊന്നും മേടിക്കാനില്ലല്ലേ? ഇങ്ങോട്ട് വണ്ടിയൊക്കെ കൊണ്ട് കയറണ തന്നെ മണ്ടത്തരം. ലേഡീസ് ജീൻസ് 380 രൂപ, ക്രോപ്പ് ടോപ്പ് 200 രൂപ, 220 രൂപ, ജീൻസ് ഒക്കെ 380 രൂപ, ക്രോപ്പ് ടോപ്പ് 200 രൂപ. എന്താ താത്ത? നീണ്ട 1 മണിക്കൂറത്തെ കണ്ടെത്തലിൽ ഒരെണ്ണം കണ്ടെത്തി. താത്ത ഇതുവരെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞല്ല. നമുക്ക് പോകാം. കഴിഞ്ഞ പർച്ചേസ് അതിനൊന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ലല്ലോ. വാങ്ങിച്ചില്ല. എന്തോ പിന്നെ പക്ഷെ മേടിച്ചത് എവിടെ? അതൊരു ചെറിയ ടോപ്പ്. ആ
കോഴിക്കോട് വന്നാൽ മസ്റ്റായിട്ട് ബീച്ചിൽ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ SM സ്ട്രീറ്റിലെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് ബീച്ചിലേക്കാണ്. അവിടെയാണെങ്കിൽ നല്ല തിരക്ക്, ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. സൺഡേ പോരാത്തതിന് തിരുവോണവും കൂടെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളൊരു 6-7 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ആദമിൻ്റെ ചായക്കടയിലാണ് പോയത്. എന്താ വെച്ച എന്താ വെച്ച അത് പൊട്ടിയില്ല, അത് പൊട്ടിയില്ല. അതൊന്നും എടുത്തോ. വേണ്ട വേണ്ട, നേരത്തെ ഉള്ളൂ. അതൊക്കെ വീഡിയോ അതിൻ്റെ അകത്തോട്ട് തട്ടാൻ മതി. ആദാമിൻ്റെ ചായക്കട കാലിക്കട്ട് കോട്ടയം ദുബായ്. നമ്മൾ ഇന്നലെ വന്ന വഴിയിലായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം വേറെ വലിയ ആഘോഷങ്ങളൊന്നും കോഴിക്കോട് ജില്ലയിൽ ഇല്ല. കാരണം വയനാടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ കാരണമായിരിക്കണം ഇപ്രാവശ്യം ഇവിടെ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ
നമുക്കും ഇപ്രാവശ്യം ആഘോഷങ്ങളൊന്നുമില്ല. ഇന്ന് സൺഡേ ആണ്, പിന്നെ തിരുവോണവും കൂടെ ആയതുകൊണ്ട് ആൾക്കാർക്കൊക്കെ വർക്കൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് മൊത്തം റോഡിലുള്ളത് കൊണ്ട് നല്ല തിരക്കുണ്ട്. ആ ഒരു റഷ് റോഡിൽ കാണാം. അല്ലാതെ നോക്കുമ്പോൾ പൊതുവേ വേറെ ആഘോഷങ്ങളൊന്നുമില്ല. അല്ല, കാരണം കഴിഞ്ഞ വട്ടമൊക്കെ ഇവിടെ വന്ന സമയത്ത് ഈ മാനാഞ്ചിറ സ്ക്വയറിലൊക്കെ അത്യാവശ്യം ലൈറ്റും ബഹളവും ആൾക്കാരുടെ തിരക്കും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഗേറ്റ് പോലും ഒരെണ്ണം മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു സൈഡിലും ഗേറ്റ് പോലും ഓപ്പൺ ആക്കിയിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നിരിക്കാൻ പോലും കസേര കിട്ടണത് തന്നെ ഭാഗ്യമാണ്. കാരണം ഇത്രയും തിരക്കാണ്. അല്ലെങ്കിൽ പിന്നെ ആ പുല്ലിൽ പോയി ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയും. അങ്ങനെ മാനാഞ്ചിറ സ്ക്വയറിൽ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മലപ്പുറത്തു നിന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ കൂടെ താത്തായും ആച്ചുവും ജീജുവും പിന്നെ പിള്ളേരും എല്ലാവരും കൂടെ വോളിബോൾ, ഫുട്ബോളാണോ ബാസ്ക്കറ്റ് ബോളാണോ എന്നറിയാൻ വയ്യാതെ പലതരം കളികളിൽ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് നിന്നു. അങ്ങനെ ഒരു 9 മണിയൊക്കെ കഴിയാറായപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഇന്നത്തെ ദിവസം എത്രയേ ഉള്ളൂ. ബാക്കി 2 വ്ളോഗായിട്ടാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ ബൈ.